അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് സർവീസസ് ആണ്. നമുക്കറിയാം കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അല്ലേ. ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഗുഡ്സും സർവീസസും, അതായത് ചരക്കുകളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുക എന്നാണ്. ഇപ്പോൾ ഒരു ഗുഡ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ വാങ്ങുക, വിൽക്കുക. അതുപോലെ തന്നെ തരത്തിലുള്ള ഈ ഗുഡ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു സംവിധാനമാണ് സർവീസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള സർവീസസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ പണം കൊടുക്കുക. ഒരു സർവീസസ് ഏതെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് എന്നാണ് പറയുക. ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരം, അതായത് ചരക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അതിനെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് ഈ സർവീസസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 സർവീസസാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അല്ലെങ്കിൽ ബാങ്കിങ് സർവീസ് എന്ന് പറയാം. കൊമേഴ്ഷ്യൽ ബാങ്ക് ബാങ്കിങ്ങിൽ വരുന്നതാണ്. ബാങ്കിങ് സർവീസസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ദെൻ വെയർ ഹൗസിങ്. അപ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിങ്, ഇത് മൂന്നിൻ്റെയും പ്രത്യേകത. ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്കറിയാം ബാങ്കിൻ്റെ സേവനം വേണം. ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവിടുന്ന് ലോൺ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ബിസിനസ്സിനെ സഹായിക്കുന്ന സ്ഥാപനമാണ്, സാമ്പത്തിക ഇടപാടുകൾ സഹായിക്കുന്ന സ്ഥാപനമാണ് ബാങ്കുകൾ. അതുപോലെ തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഏതൊരു ബിസിനസ് സ്ഥാപനവും ഒരുപാട് റിസ്ക്കുകളുണ്ട്. ഏതൊരു സ്ഥാപനത്തിലും അത്തരം റിസ്ക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നില്ല. ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, അങ്ങനെയൊക്കെ ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്ന മറ്റൊരു സേവനമാണ്, ബിസിനസ്സിനെ തന്നെ സഹായിക്കുന്ന സേവനമാണ്. then അടുത്തൊരു സേവനമാണ് വെയർ ഹൗസിങ്. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യസമയത്ത് പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നമ്മൾ ചെയ്ത് വെക്കേണ്ടി വരും. അങ്ങനെ ഈ തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ, ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളെയാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 സേവനങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ബാങ്ക്സ് എന്താണെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് ഇൻ മണി. ദേ ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949. അതായത് 1949 ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് അനുസരിച്ചിട്ട് ഗവേൺ ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. പണം കൈകാര്യം ചെയ്യുന്നതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ജോലി. There are 2 types of commercial banks. First one, public sector bank. പിന്നെ ഒന്ന് private sector bank. Public sector bank എന്ന് പറയുന്നത് these are those in which the government has a major stake. The emphasis on social objectives rather than profitability. അതായത് ഗവൺമെൻറ്റിന് മേജർ ഷെയറുള്ള സ്ഥാപനങ്ങളെ എന്ന് പറയുന്നത്, ബാങ്കുകളെയാണെന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്. അതിൽ ഗവൺമെൻറ്റിന് ഒരു മേജർ ഷെയർ ഉണ്ടായിരിക്കും. അത്തരത്തിൽ ബാങ്കുകൾ ഉദാഹരണം നമുക്കറിയാം SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, PNB, IOB, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ബാങ്കുകളൊക്കെ ഈ പബ്ലിക് സെക്ടർ ബാങ്കിന് ഉദാഹരണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്. അതായത് കൂടുതൽ പ്രൈവറ്റ് പാർട്ടീസ് ആണെങ്കിൽ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ഓൺ, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് പ്രൊമോട്ടേഴ്സ്. പ്രൈവറ്റ് ആളുകളാണ് ഇത് ചെയ്യുന്നത്, പ്രൈവറ്റ് പാർട്ടീസാണ് ചെയ്യുന്നതെങ്കിൽ, പ്രൈവറ്റ് കമ്പനീസിൻ്റെ കീഴിലാണെങ്കിൽ അതിനെ തന്നെ നമ്മൾ പ്രൈവറ്റ് ബാങ്കുകൾ എന്ന് പറയും. നമുക്കറിയാം HDFC, ICICI, കൊടാക് മഹീന്ദ്ര തുടങ്ങിയിട്ടുള്ള ബാങ്കുകളൊക്കെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. അപ്പോൾ ബാങ്ക് 2 തരത്തിലുണ്ട്, പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും. ഇതിനടുത്ത് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. An important function of a commercial bank is to accept money from the public as deposit. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്, സാധാരണ ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റായിട്ട് പണം സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ബാങ്ക്സ് ലെൻഡ് മണി ഔട്ട് ഓഫ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് ഫ്രം പബ്ലിക്. അതായത് ഈ ഇങ്ങനെ സ്വീകരിച്ചിട്ടുള്ള പണമാണ് ഇവർ മറ്റുള്ള ആളുകൾക്ക്, ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കുന്നത്. പ്രധാനമായിട്ട് 2 ഫംഗ്ഷനാണെന്ന് പറയാം. ഒന്ന് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്, ദെൻ ലെൻഡിങ് ഓഫ് മണി, പണം കടം കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. പലതരത്തിൽ ഡെപ്പോസിറ്റുകൾ മേടിക്കുന്നത് നമുക്കറിയാം. പലതരം ഡെപ്പോസിറ്റുകളുണ്ട്. ഒന്ന് കറണ്ട് അക്കൗണ്ട്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിസിനസ്മെൻ. എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്, ബട്ട് മണി ക്യാൻ ബി വിഡ്രോൺ സബ്ജക്ട് ടു ദ ഫണ്ട് അവൈലബിൾ. കറണ്ട് അക്കൗണ്ട് ഒന്നാമത് സാധാരണ ബിസിനസ്സുകാരൊക്കെ തുടങ്ങുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്.
ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പണം വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരാൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു ദിവസം ഫുൾ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും, ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും, റെഗുലറായിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും. അത് നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. അവർക്ക് എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും പിൻവലിക്കുകയും ചെയ്യാം. തന്നെ അതുപോലെ സേവിങ് ബാങ്ക് അക്കൗണ്ട്, നമ്മൾ സാധാരണ ആളുകളൊക്കെ ബിസിനസ് അല്ലാത്ത സാധാരണക്കാർ തുടങ്ങുന്ന അക്കൗണ്ടാണ് സേവിങ് ബാങ്ക് അക്കൗണ്ട്. നമുക്കൊക്കെ ഉണ്ടാവും. സേവിങ്സ് അക്കൗണ്ട്സ് ആർ ദ പ്രൊമോട്ടിംഗ് സേവിങ്സ് ബൈ ഇൻഡിവിജ്വൽസിൽ സേവിങ്സ് എന്ന് പറയുന്ന ഒരു ശീലം, സമ്പാദ്യശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക്സ് പേ റേറ്റ് ഇൻട്രസ്റ്റ് ആസ് ഡിസൈഡ് ബൈ RBI. ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും SBI അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആണെങ്കിലും ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി ഇത് വളരെ കുറവായിരിക്കും. A person can deposit any amount of money at any time, number of times, but there are certain restrictions as to the amount and number of withdrawals from his account. അതായത് ഒരാൾക്ക് എത്ര വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എത്രയും വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ കറണ്ട് അക്കൗണ്ട് അത്ര നമ്പേഴ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് വിഡ്രോവൽ ഇതിൽ സമ്മതിക്കില്ല. കറണ്ട് അക്കൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ തവണ ഡെപ്പോസിറ്റ് ചെയ്യാനും ഇതും പറ്റുന്നത് ഓരോ ബാങ്കിനനുസരിച്ചിട്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബിസിനസ്സുകാർ തുടങ്ങുന്ന ഒരു സാധാരണ രീതിയിൽ അക്കൗണ്ടിനെ നമ്മൾ കറണ്ട് അക്കൗണ്ട് എന്ന് വിളിക്കും. എന്നാൽ സാധാരണക്കാർ സാധാരണ രീതിയിലൊരു സേവിങ്സ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശീലം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്ന അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അടുത്ത ഫിക്സഡ് ഓർ ടൈം ഡെപ്പോസിറ്റ്. These are deposit made for a fixed period of time, say 1 year, 2, 3 year, 5 year, etc. They carry a higher rate of interest than savings deposit. Premature withdrawal is permissible with a percentage of interest being forfeited. ഇത് കുറച്ചുകൂടി ദീർഘകാലത്തേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കുന്നതിന് നമ്മളെന്ത് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയും. ഇത് മിനിമം ഒരു 1 ഇയറിലെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചിപ്പോൾ പൈസ ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല, നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാം. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മറ്റേനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതാണ് പ്രധാനമായിട്ടുള്ള ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനാണ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. അടുത്ത് ലെൻഡിങ് ഓഫ് ഫണ്ട്സ്. Another important function of commercial bank is to provide loans to customers. This may be the form of loans, overdraft, cash credit, customer credit, discounting trade bills, etc. ഇത് ലോൺ പ്രൊവൈഡ് ചെയ്യുക. ബാങ്കുകൾ കടം കൊടുക്കുക വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയിട്ട് പൈസ, ഇപ്പോൾ വീട് കയറ്റാൻ ഹൗസിംഗ് ലോണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനങ്ങൾ വാങ്ങിക്കാൻ വെഹിക്കിൾ ലോണ്, പല എഡ്യൂക്കേഷൻ ലോൺ, അങ്ങനെ പലതരത്തിലുള്ള ലോണുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയുള്ള ലോണുകൾ കിട്ടും. അതുപോലെ തന്നെ വേറൊരു രൂപം ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും, ബിസിനസ്സുകാർക്കൊക്കെ കൊടുക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് അക്കൗണ്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ബിസിനസ് നടത്തുന്ന ആൾക്കാണ് കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും. അയാൾക്ക് ബിസിനസ് നടത്താൻ ഫണ്ട് വേണം. അപ്പോൾ അയാൾ എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്കിൽ കൂടെ പോലെ നടത്തുക. അപ്പോൾ അയാൾ ബാങ്കും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. ബാങ്കിന് അറിയാം ഇയാൾ ഇത്ര നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ആളാണെന്ന് ബാങ്കിന് അറിയാമെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയാളുടെ ബാങ്കിൽ 1,00,000 രൂപ ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് 2 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ ബാങ്കിൽ ആകെ 1,00,000 രൂപയുള്ളൂ. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അയാൾ ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുക്കുകയാണ്. അതായത് അയാളുടെ അക്കൗണ്ടിലുള്ള പൈസയേക്കാൾ കൂടുതൽ പൈസ അയാൾക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും. അത് ബാങ്ക് കടമായിട്ട് കൊടുക്കും, ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അതിനെ നമ്മളെന്ത് പറയുന്നത്, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ്, നമുക്ക് പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ബാങ്ക് നമ്മളുടെ കടം വീട്ടുന്നതിനാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ക്രെഡിറ്റ്, എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നതാണ്. അതുപോലെ ഡിസ്കൗണ്ടിങ് ട്രേഡ് ബില്ല്, അത് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളതിൽ പഠിക്കും. നമ്മളൊരാൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുക്കുന്നതിന് പകരം നമ്മളയാൾക്ക് എന്ത് ചെയ്യുക, ഒരു ബില്ല് കൊടുക്കുക, അതായത് ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കുക. ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടൊരു ബില്ല് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൈസ മേടിക്കാനുള്ള കിട്ടാനുള്ള ആൾ ആ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു മാസം കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്താൽ ബാങ്ക് അയാളുടെ പൈസ കൊടുക്കും. അപ്പോഴേക്കും നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ട്രേഡ് ബിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫണ്ട് കടം കൊടുക്കാൻ പറ്റും. അപ്പോൾ ലെൻഡിങ് ഓഫ് ഫണ്ട്സ്, ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. ലെൻഡിങ് ഓഫ് മണി ഓർ ലെൻഡിങ് ഓഫ് ലോൺസ് കൊടുക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനടുത്ത് പറയുന്നത് ചെക്ക് ഫെസിലിറ്റിയാണ്. Bank helps customers by collecting their checks drawn on other banks. Checks can be used to make payments and withdraw money. There are 2 types of checks. ബെയറർ ചെക്ക്, ക്രോസ്ഡ് ചെക്ക്. ചെക്ക് കൊടുക്കുക, നമുക്കറിയാം ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. സാധാരണ SBI അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ടിലാണ് ചെക്ക് ഉണ്ടാവുള്ളൂ. ഫിക്സഡിൽ ചെക്ക് ഉണ്ടാവില്ല, കാരണം പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എമൗണ്ട് മൊത്തം എടുക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേശ്ശായിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരാളുടെ പേരിൽ ചെക്ക് കൊടുക്കാം. എനിക്ക് ഒരാൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ചെക്ക് കൊടുക്കാം. അയാൾ നമ്മുടെ ബാങ്കിൽ ചെക്ക് കൊടുത്താൽ അയാൾക്ക് പൈസ കിട്ടും. ഇനി അതിൽ വേറൊരാൾ നമ്മുടെ ചെക്ക് തരികയാണ്, ഒരാൾ നമുക്ക് ചെക്കാണ് തരുന്നത്, ക്യാഷ് വരെ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് കൊണ്ടുപോയിട്ടാൽ അത് അയാളുടെ ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചെക്കിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ചെക്കുകളുണ്ട്.
ബെയറർ ചെക്ക്, ക്ലോസ് ചെക്ക്, 2 ചെക്കാണ്. ബെയറർ ചെക്ക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ തന്നെ കൗണ്ടർ കൊണ്ടുപോയി കൊടുക്കുക, ക്യാഷ് വാങ്ങിക്കാം. ക്രോസ് ചെക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൈസ എടുക്കാൻ പറ്റുള്ളൂ. നേരെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ എനിക്കൊരു ചെക്ക് തന്നു, എനിക്കൊരു 2 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു. ഞാൻ നേരെ ബാങ്കിൽ കൊണ്ടുപോയി, അയാൾ ഏത് ബാങ്കിൽ നിന്നാണ് തന്ന് ആ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് 2 ലക്ഷം രൂപ കിട്ടും. അതാണ് ബെയറർ ചെക്ക്. എന്നാൽ എനിക്ക് ഒരു ക്രോസ്ഡ് ചെക്ക് തന്നു എന്ന് വിചാരിക്കുക, അത് എനിക്ക് അക്കൗണ്ടിലൂടെ മാത്രമേ മാറാൻ പറ്റൂ. അതായത് എൻ്റെ അക്കൗണ്ടിലുള്ള ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ അക്കൗണ്ടിലേക്കാണ് പൈസ വരിക, കൗണ്ടറിൽ നമുക്ക് പൈസ കിട്ടില്ല. അങ്ങനെ 2 തരം ചെക്കുകളാണുള്ളത്. അപ്പോൾ അതാണ് ചെക്ക് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ബാങ്കിൻ്റെ വേറൊരു ഫംഗ്ഷനാണ് ചെക്ക് ഫെസിലിറ്റി. റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്. Bank provides the facility of fund transfer from one place to another. If a person wants to send some amount to another person at distant places, he can buy a demand draft from the bank. The bank draws DD on its own branches or other banks at those places. The DD is then sent to the payee by post. The payee can present the DD on the drawee bank at his place and collect the amount. DD എന്ന് പറയുന്നൊരു ഫെസിലിറ്റി ഉണ്ട്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയും. നമ്മളാർക്കെങ്കിലും ഒരു പൈസ അയക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ അപ്ലിക്കേഷൻസൊക്കെ അയക്കുമ്പോൾ ഈ കോഴ്സുകൾക്കൊക്കെ ചേരാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഇത് അയക്കുമ്പോൾ നമുക്കിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മളോട് പറയുകയാണ് ഒരു 1000 രൂപ DD അയക്കണം എന്ന് പറയുകയാണ്. 1000 രൂപ അവർക്ക് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോയിട്ട് ഒരു DD എടുക്കുക. ആ DD എടുത്ത് DD അവർക്ക് അയച്ചു കൊടുത്താൽ മതി. അവരുടെ പേരിലൊരു DD എടുക്കുക, എന്നിട്ട് DD അയച്ചു കൊടുത്താൽ മതി. ആ DD അവർക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും, ക്യാഷാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, റെമിറ്റൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഫണ്ട് റെമിറ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ബാങ്ക് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത സർവീസ് എന്ന് പറയുന്നത് അലൈഡ് സർവീസസ് ആണ്. അലൈഡ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ banks also provide allied services like bill payments, locker facilities, buying and selling of shares, payment of rent, insurance premium, collection of dividend, etc. ബാങ്ക് ഇതൊക്കെ കൂടാതെ കൂടെ അഡീഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബിൽ പേയ്മെൻറ്റ്, നമ്മുടെ ബില്ലുകളൊക്കെ കാരണം ഇലക്ട്രിസിറ്റി ബില്ല് അത്തരത്തിലുള്ള ബില്ലുകളൊക്കെ ബാങ്ക് പേ ചെയ്യും. നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തന്നെ കട്ടായി പോയിക്കോളും. ലോക്കർ ഫെസിലിറ്റീസ്, അതായത് നമുക്ക് ഗോൾഡ് അത്തരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ലോക്കറിൽ അത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ്, നമ്മൾ പറഞ്ഞെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഷെയർസ് വാങ്ങുക, വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ റെൻറ്റ് ബാങ്ക് കൊടുത്തോളൂ, നമ്മൾ പറഞ്ഞാൽ മതി ഇന്ന സ്ഥലത്ത് നമുക്ക് റെൻറ്റ് കൊടുക്കാനുണ്ട്, അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ബാങ്കിൽ കൊടുത്താൽ അത് കൊടുക്കും. അതുപോലെ ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ കളക്ഷൻ ഓഫ് ഡിവിഡൻറ്റ്, നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഡൻറ്റ് ഒക്കെ ബാങ്ക് കളക്ട് ചെയ്യും. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് യൂട്ടിലിറ്റി സർവീസസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 ഫംഗ്ഷൻസാണ് കൊമേഴ്ഷ്യൽ ബാങ്കിനുള്ളത്. ഇത് ചോദിക്കും, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഒന്ന്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. അത് പലതരം ഡെപ്പോസിറ്റുകളുടെ കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, 3 അക്കൗണ്ടാണുള്ളത്. പിന്നെ ഒന്ന് കടം കൊടുക്കുക, ലോൺ കൊടുക്കുക, ലെൻഡിങ്, ഫണ്ട്. ദെൻ ചെക്ക് ഫെസിലിറ്റി, ചെക്ക് പ്രൊവൈഡ് ചെയ്യുക. റെമിറ്റൻസ് ഓഫ് ഫണ്ട്, ഡിമാൻഡായിട്ട് തുടങ്ങിയിട്ടുള്ള DD തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളിലൂടെ പൈസ കൊടുക്കുക. അലൈഡ് സർവീസസ്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അതർ സർവീസസ് ഉണ്ട്. ലോക്കർ ഫെസിലിറ്റി, ബിൽ പേയ്മെൻറ്റ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ബാങ്ക് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്, ഇലക്ട്രോണിക് ബാങ്കിങ്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ സുപരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബാങ്കിൻ്റെ ഫംഗ്ഷനേക്കാളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സിസ്റ്റമാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഏറ്റവും നമുക്ക് പരിചിതമായിട്ടുള്ളൊരു മേഖല, അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമുക്കറിയാം, നെറ്റ് ബാങ്കിങ്, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ട് ട്രാൻസ്ഫറൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കൊരിക്കലും പ്ലാസ്റ്റിക് മണി എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മളല്ലേ. ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം, ഡിജിറ്റൽ ക്യാഷ് ഡീലിങ്സൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ബാങ്കിങ് എന്ന് പറയുന്നത് മൊത്തം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ATM കൗണ്ടറിൽ നിന്ന് തുടങ്ങി, ATM മെഷീനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്ന ഈ സംവിധാനത്തിലേക്ക് വളരെ ഈസി ആയിട്ട് ആളുകൾ വളരെ യൂസ്ഡാണ് ഇതിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട്, മൊബൈലാവട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളാവട്ടെ, ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ് ഫെസിലിറ്റി നടത്തുന്നതിന്, ബാങ്കിങ് ഫംഗ്ഷൻസ് നടത്തുന്നതിന് നമ്മളെന്ത് പറയുന്നത്, ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സർവീസ് പ്രൊവൈഡ് ബൈ ബാങ്ക്സ് ദാറ്റ് അലൗസ് കസ്റ്റമർ ടു കണ്ടക്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് സച്ച് ആസ് മാനേജിങ് സേവിങ്സ്, ചെക്കിങ് അക്കൗണ്ട്സ്, അപ്ലൈയിങ് ഫോർ ലോൺസ് ഓർ പേയിങ് ബിൽസ് ഓവർ ദ ഇൻ്റർനെറ്റ് യൂസിങ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ മൊബൈൽ ഫോൺ. അതായത് ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ നമ്മളുടെ ഈ തരത്തിലുള്ള ബാങ്കിങ് ഫങ്ഷൻസ്, ദാറ്റ് മീൻസ് ചെക്കിങ്
അക്കൗണ്ട് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ലോൺ അപ്ലൈ ചെയ്യുക, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും നമുക്കറിയാം. ഇപ്പോൾ ഈ എല്ലാത്തിനും ഇപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് സംവിധാനമുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകളുണ്ട്. ഫെഡ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ SBIൻ്റെ ആപ്പുണ്ട്, യോനോ എന്ന് പറയുന്ന ആപ്പുണ്ട്, അതുപോലെ SBI ഓൺലൈൻ, ഫെഡറൽ ബാങ്ക് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാൻ ബാങ്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് എല്ലാ ബാങ്കുകൾക്കും എന്താ പറയുക മൊബൈൽ ആപ്പുകളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സിസ്റ്റംസും ഉണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ EFT എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ അതിന് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, ATM കാർഡ് നമുക്ക് ATM ഫെസിലിറ്റി നമുക്കറിയാം. അത് തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏതൊരു ചെറിയ ഷോപ്പിൽ ഒരു പച്ചക്കറി കടയിൽ പോയാൽ പോലും നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇലക്ട്രോണിക് ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ബാങ്കിങ്ങിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് എന്നാണ് പറയുക, ബാങ്കിങ് എന്നാണ് പറയുക. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മണി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഈ സംവിധാനത്തെ നമുക്ക് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ടു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് പ്രൊവൈഡ്സ് 24 hours a day 365 days a year സർവീസ് ടു ദ കസ്റ്റമേഴ്സിന് 24 മണിക്കൂറും 365 ദിവസം 24 മണിക്കൂർ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സർവീസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇരുന്നിട്ട് നമ്മൾ രാത്രി ഇരുന്നിട്ട് നമ്മൾ എന്ത് വിചാരിക്കുകയാണ്, ഒരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. And customers can make some transaction from office or house or while traveling via mobile phone. നമുക്ക് ഇപ്പോൾ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ബാങ്കിൽ പോയി അങ്ങനെ കുറേ അതിനൊന്നും നമ്മുടെ സമയങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും മൊബൈൽ ഫോൺ നമ്മളൊപ്പം തന്നെ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര പൈസ പോകുന്നുണ്ട്, എത്ര വരുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു പാസ്ബുക്ക് കൊണ്ടു നടക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ കണക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റും. ലെസ് റിസ്ക് ആൻഡ് ഗ്രേറ്റർ സെക്യൂരിറ്റി ടു കസ്റ്റമർ ആസ് ദേ ക്യാൻ അവോയ്ഡ് ട്രാവലിംഗ് വിത്ത് ക്യാഷ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ എത്ര പൈസ വേണ്ടിയിട്ട് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ കയ്യിൽ വെച്ച് പോകേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് പൈസ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈവൻ ഒരു കാർഡ് പോലും നമുക്ക് കൊണ്ടു നടക്കണ്ട, മൊബൈൽ ഫോൺ ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, ആ രീതിയിലേക്ക് ഇത് മാറാൻ പറ്റുന്നുണ്ട്. ദെൻ ബാങ്കിനാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ടു ദ ബാങ്ക്. ബാങ്കിന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അത് വെച്ചാൽ ബാങ്ക് മറ്റ് ബാങ്കുകൾക്ക് ഇല്ലാത്ത ഫെസിലിറ്റി, നല്ല തരത്തിലുള്ള ഓൺലൈൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണിത്. ലോഡ് ഓൺ ബ്രാഞ്ചസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ്. അതായത് ബ്രാഞ്ചിലുള്ള തിരക്ക് കുറയ്ക്കാൻ പറ്റും. ആളുകൾ ഫുൾ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ആൾക്കാർ അങ്ങനെ പോകേണ്ട ആവശ്യം ബാങ്കിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ ഇത് സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയെക്കുറിച്ച് നമുക്ക് പറയാൻ ഉള്ളത്. സർവീസ് സെക്ടറിൽ അടുത്ത മേഖല എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺട്രാക്ട് അണ്ടർ വിച്ച് എ പാർട്ടി അഗ്രീസ് ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ ടു പേ ആൻഡ് അഗ്രീഡ് എമൗണ്ട് ഓഫ് മണി ടു അനദർ പാർട്ടി ടു മേക്ക് good errors, damage or injury, do something of value in which the insured has a pecuniary interest as a result of some uncertain event. ഏതെങ്കിലും ഒരു അൺസർട്ടൈൻ ഇവൻ്റ് ഉണ്ടായാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുക അല്ലേ. ഇനി ദ നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്ത് സംഭവിക്കും എന്നൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺഎക്സ്പെക്റ്റഡ് ആണ് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ അൺസർട്ടൈൻ ആണ് നമ്മുടെ ലൈഫ്. നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ലാഭമാകുമോ അതോ നഷ്ടമാകുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അപകടങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഒഴിവാക്കുക, അതിലൊരു റിസ്ക് കുറയ്ക്കുക എന്ന് പറയും. ദർസ് എ റിസ്ക്, ദർസ് എ ചാൻസ്, ദ പോസിബിലിറ്റി ഓഫ് റിസ്ക് ഇൻ എവറി ലൈഫ്. അതുപോലെ തന്നെ ഇൻ എവറി ബിസിനസ്. അപ്പോൾ നമുക്ക് ഹൗ ടു അവോയ്ഡ് ഓർ എലിമിനേറ്റ് ഓർ റിഡ്യൂസ് ദ റിസ്ക്. ആ റിസ്ക് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ അല്ലെങ്കിൽ അത് നമുക്ക് അതിനുണ്ടാകുന്ന നഷ്ടം എങ്ങനെ കുറയ്ക്കാം, അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വേറൊരു കമ്പനിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ വയ്ക്കും. അപ്പോൾ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്ന് വിചാരിക്കും. നമ്മുടെ ലൈഫിന് എന്ത് ചെയ്യാം, ഈ നമ്മൾ ഡെത്ത് എന്ന് പറയുന്ന സംഭവം എന്താണ്, അത് ഉറപ്പാണ്. നമുക്ക് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന ഉറപ്പാണ്. പക്ഷേ അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ദർ ഇസ് ആൻ അൺസർട്ടൈനിറ്റി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നഷ്ടം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നികത്താൻ പറ്റില്ല. പക്ഷേ
നമ്മളെ കൊണ്ടുണ്ടാകാവുന്ന നമ്മുടെ ഒരു വിയോഗം, ഒരാളുടെ വിയോഗം കൊണ്ടുണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കും, അതിൻ്റെ പ്രീമിയം നമ്മൾ അടച്ചുകൊണ്ടിരിക്കും. അതിന് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ നമ്മുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ നമ്മുടെ നോമിനീസിന്, നമ്മുടെ കുടുംബത്തിന് ആ ഒരു പണം അവർക്ക് കിട്ടും. അങ്ങനെ അവർക്കൊരു സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ്. അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനിയും ഒരു പേഴ്സണും തമ്മിൽ, ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന പോളിസി ഹോൾഡർ തമ്മിലൊരു എഗ്രിമെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഒരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാകാവുന്ന എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന നഷ്ടം നിങ്ങൾ നികത്തി തരണമെന്ന് പറഞ്ഞിട്ട് ഈ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് എടുക്കുന്ന ആളും തമ്മിലൊരു എഗ്രിമെൻറ്റ് വയ്ക്കും. അതിന് പറയുന്ന പേരാണ് ഇൻഷുറൻസ്. ഇപ്പോൾ 2 പാർട്ടീസാണ് അവിടെ ഉള്ളത്. ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കേസിൽ 2 ആളുകളുണ്ട്, ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. 2 ആൾക്കാർ, അവർ ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. ഇൻഷുർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹൂസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ് അഗെയിൻസ്റ്റ് റിസ്ക് കോൾഡ് ഇൻഷുർഡ്. ആരുടെ ലൈഫോ പ്രോപ്പർട്ടിയോ ആണോ ഇൻഷുർ ചെയ്യുന്നത് അയാളെ പറഞ്ഞ പേരാണ് ഇൻഷുർഡ്. ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ഇൻഷുർ ചെയ്യുക, കമ്പനിയിൽ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു വീട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാക്ടറി, എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വാഹനം നമ്മളൊരു ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അയാളെ പറഞ്ഞ പേരാണ് ഇൻഷുർഡ്. ഞാൻ ആരുടെയാണോ ഈ ഒരു സ്വത്തും അതുപോലെ തന്നെ വീടൊക്കെ ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫൊക്കെ ഇൻഷുർ ചെയ്തിരിക്കുന്നത് അവരെ പറയുന്ന പേരാണ് ഇൻഷുർഡ്. ഇൻഷുറർ, ദ ഫേം വിച്ച് ഇൻഷുർസ് ദ റിസ്ക് ലോസ് ഈസ് കോൾഡ് ഇൻഷുർ. ആരാണോ ഈ റിസ്ക് ഏറ്റെടുക്കുന്നത് ആ കമ്പനി, ഇൻഷുറൻസ് കമ്പനീൻ്റെ പേരാണ് ഇൻഷുറർ. പിന്നെ അതിൽ വരുന്ന വേറൊരു ടേമാണ് പ്രീമിയം. ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ടു കമ്പൻസേറ്റ് ദ ലോസ് ഈസ് കോൾഡ് പ്രീമിയം. അതായത് ഇപ്പോൾ ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ എൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്തു അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇയാൾക്ക് എന്ത് ചെയ്യണം, ഓരോ മാസവും പ്രീമിയം കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ വർഷവും പ്രീമിയം കൊടുക്കണം, ഒരു എമൗണ്ട് അടയ്ക്കണം. അങ്ങനെ അടക്കി നിർബന്ധം എത്ര വർഷത്തേക്ക് പറയും, ഒരു 15 വർഷം 20 വർഷം 5 വർഷം എന്നൊക്കെയുള്ള ഒരു കാലയളവ് പറയും. അതിനെ പറഞ്ഞ പേരാണ് പ്രീമിയം. ദെൻ പോളിസി, ദ റിട്ടൺ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഇൻഷുറൻസ് ഈസ് കോൾഡ് പോളിസി. അതായത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഇത്ര എമൗണ്ടിന് ഞാനിത് ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഇത്ര പ്രീമിയം അടയ്ക്കാമെന്ന് വെച്ചിട്ട് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കും. ആ എഗ്രിമെൻറ്റിനെ പറഞ്ഞ പേരാണ് പോളിസി. ദെൻ സബ്ജക്ട് മാറ്റർ, ദ ലൈഫ് ഓർ പ്രോപ്പർട്ടി ഇൻഷുർഡ് ഈസ് കോൾഡ്. എന്താണോ ഇൻഷുർ ചെയ്തത്, എൻ്റെ ലൈഫാണെങ്കിൽ ലൈഫാണ് സബ്ജക്ട് മാറ്റർ, അല്ലെങ്കിൽ ഞാൻ ഏത് പ്രോപ്പർട്ടിയാണോ എടുത്ത് വെച്ചിട്ട് ഇൻഷുർ ചെയ്തിട്ടുള്ളത് അതാണ് സബ്ജക്ട് മാറ്റർ. എൻ്റെ കാറാണ് ഞാൻ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ സബ്ജക്ട് മാറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഷുറൻസ് എന്നുള്ള മേഖലയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് നമുക്ക് ഭാവിയിൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് നമ്മുടെ ജീവനോ സ്വത്തോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ഇത്ര രൂപ എനിക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട്, അതുവരെ ഞാൻ ഇത്ര രൂപ അടച്ചോളാം പ്രീമിയം എന്ന് പറഞ്ഞിട്ടൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയും. 2 പാർട്ടീസാണുള്ളത്, ഇൻഷുർഡ്, ഇൻഷുറർ. ആരുടെ ലൈഫാണോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണോ ഇൻഷുർ ചെയ്തിട്ടുള്ളത് അയാളെ നമ്മൾ ഇൻഷുർഡ് എന്ന് പറയും. ഏത് കമ്പനിയാണോ അത് ചെയ്തിട്ടുള്ളത്, റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത് അയാളെ നമ്മൾ ഇൻഷുറർ എന്ന് പറയും. പ്രീമിയം അടയ്ക്കണം, ഓരോ വർഷവും കൃത്യമായിട്ടുള്ള പ്രീമിയം അടയ്ക്കണം. ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും, അതിനെ പോളിസി എന്ന് പറയും. അതുപോലെ എന്താണോ ഇൻഷുർ ചെയ്തത് അതിനെ നമ്മൾ സബ്ജക്ട് മാറ്റർ എന്നാണ് പറയുന്നത്. അടുത്തത് ഏതൊക്കെ പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത് പറയുന്നത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, നല്ല പരസ്പരമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം. ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ബോത്ത് ദ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ് ഷുഡ് ഡിസ്പ്ലേ ഗുഡ് ഫെയ്ത്ത് ടുവേർഡ്സ് ഈച്ച് അതർ. The insured should make full disclosure of all material facts concerning the subject matter of the insurer. The insurer should make clear all the terms and conditions in the policy to be insured. അപ്പോൾ ഈ ഇൻഷുററും ഇൻഷുർഡും കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം, പറഞ്ഞിട്ടുണ്ടാവണം. ആരും പരസ്പരം പറ്റിക്കാൻ പാടില്ല. ഇപ്പോൾ നേരത്തെ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ ലൈഫ് ഇൻഷുർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു എന്താ പറയുക, ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഇൻഷുറർ അറിയിച്ചിരിക്കണം. അതിനെന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ലൈഫൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില കമ്പനികളൊക്കെ, ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ എന്തെങ്കിലും പെട്ടെന്ന് അസുഖം ബാധിച്ചു എന്നിരിക്കും. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണത് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറി നമുക്കുണ്ടെങ്കിൽ ഫയർ ഇൻഷുറൻസ്, തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇത് കിട്ടുന്ന എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനഃപൂർവ്വം അതിന് തീയിടുക, അങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് നടത്താൻ പാടില്ല. നല്ല ഗുഡ് ഫെയ്ത്ത് ഉണ്ടായിരിക്കാം, പരസ്പര വിശ്വാസത്തോടു കൂടിയായിരിക്കാം നടത്തുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ കണ്ടീഷൻസും ഒക്കെ ഈ ഇൻഷുർഡിനോട് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ 2 ടീമും, ഇൻഷുററും ഇൻഷുർഡും പരസ്പര വിശ്വാസത്തോടു കൂടി മാത്രമേ ഇതിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ്.
The insured should have an insurable interest in the subject matter of insurance. It means pecuniary interest. A person is said to have insurable interest in the subject matter if he stands to the benefit of by the safety of the sufferer's financial loss by its damages or loss. അതായത് ഈ എന്താണോ ഇൻഷുർ ചെയ്യുന്നത് അതിനോടൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതായത് ഞാൻ എൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിനോട് എനിക്ക് താല്പര്യം ഉണ്ടല്ലേ, ഞാൻ മരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. ഞാനിപ്പോൾ വേറൊരാളുടെ പ്രോപ്പർട്ടി പോയിട്ട് ഇൻഷുർ ചെയ്യാൻ എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ല. വേറൊരാളുടെ ലൈഫ് എനിക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നഷ്ടം കൊണ്ട് എനിക്ക് അത്രയും ഇതുണ്ടെങ്കിൽ അയാളുടെ വിയോഗം കൊണ്ട് അത്രയും നഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഷുറബിൾ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നോടുണ്ടാകുന്ന പോലുള്ള താല്പര്യമുള്ള ഒരാളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ വേറൊരാളെ പിടിച്ചിട്ട് ഇൻഷുർ ചെയ്തു, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അയാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ പൈസ കിട്ടും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇൻഷുറൻസ് പിന്നെ എനിക്ക് വേണ്ട അയാൾ മരിക്കുകയാണ്, അയാൾ മരിച്ചാൽ എനിക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ലൈഫിൽ ഒരിക്കലും എനിക്ക് എന്തില്ല, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരാളുടെ ഫാക്ടറി പോയിട്ട് ഞാൻ ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എനിക്ക് അതിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ ഫാക്ടറി ആണെങ്കിൽ മാത്രമേ എനിക്ക് എന്തുണ്ടാവുള്ളൂ, ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ള പ്രോഡക്റ്റ് മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ലൈഫ് മാത്രമേ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇൻഡെംനിറ്റി മീൻസ് ടു മേക്ക് ഗുഡ് ദ ലോസ്. It means that the insurer will pay only the actual amount of loss, not exceeding the amount of the policy. That is the insured is not allowed to make profit out of the insurance. This principle is not applicable to life insurance. അതായത് ഇൻഡെംനിറ്റി നഷ്ടപരിഹാരം എന്നാ പറയുക. അതായത് എത്രയാണോ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ച ആ എമൗണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഈ ഇൻഷുറൻസ് എടുത്ത ആൾക്ക് ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല, നഷ്ടം നികത്തുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫാക്ടറി ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തു, ആ ഫാക്ടറി നശിച്ചു. അവിടെ എത്ര നഷ്ടം വന്നു? 6 ലക്ഷം രൂപ നഷ്ടം വന്നു. നമ്മൾ എഴുതി കൊടുത്ത് 6 ലക്ഷം രൂപ കിട്ടില്ല. എത്രയാണോ യഥാർത്ഥത്തിൽ നഷ്ടം വന്നത് മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ഇത് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. പക്ഷേ ഇത് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ബാധകമല്ല. നമ്മൾ എത്രത്തോളം രൂപയ്ക്ക് എടുത്തുണ്ടോ അത്രയും ഇൻഷുറൻസ് എമൗണ്ട് നമുക്ക് കിട്ടും. പക്ഷേ മറ്റുള്ള കേസുകളിലൊക്കെ ആണെങ്കിൽ എത്രയാണോ യഥാർത്ഥത്തിൽ നഷ്ടം, അത് കമ്പനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എത്രയാണോ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചത് ആ എമൗണ്ട് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഇവിടെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു ഫാക്ടറി ഇൻഷുർ ചെയ്തു, അത് നശിച്ചുപോയി, അല്ലെങ്കിൽ ഫയർ വന്നു, അതിലൊരു 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്കുള്ള നഷ്ടമാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് പറയുകയാണ് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ പറഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടില്ല, കാരണം 4 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. എത്രയാണോ യഥാർത്ഥത്തിൽ നഷ്ടം വന്നത് അത്രേ കിട്ടുള്ളൂ. പക്ഷേ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ അങ്ങനെയല്ല, നമുക്ക് ലൈഫ് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, എത്രയാണോ ഇൻഷുർ ചെയ്ത എമൗണ്ട് മുഴുവൻ ലൈഫ് ഇൻഷുറൻസിൽ കിട്ടും. അതിനെ പറയുന്ന പേരാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് പ്രോക്സിമേറ്റ് കോസ് ഓർ കോസ പ്രോക്സിമ. Proximate cause is the direct cause for the loss. When there are 2 or more causes for a loss, the principle of proximate cause is applied. അതായത് ഈ ഒരു നഷ്ടം സംഭവിക്കാൻ, അത് ലൈഫിനായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസിനായിക്കോട്ടെ, ഒരു നഷ്ടം സംഭവിക്കുന്നതിന് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാരണങ്ങളുണ്ടാവാം. ഒന്നിലധികം കാരണം ഉണ്ടെങ്കിൽ ഏതാണോ അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കാരണം, ഡയറക്റ്റ് കോസ് എന്താണ്, അത് കൺസിഡർ ചെയ്യണം. അതിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പനി അതിന് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരാളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു വളരെ മൈനറായിട്ടുള്ളൊരു ആക്സിഡൻറ്റ്, അയാൾക്ക് കാറിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായെന്ന് വിചാരിക്കാം. അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അഡ്മിറ്റ് ചെയ്ത് കാരണം അയാൾക്ക് പിന്നെ ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമുക്ക് പറയാം, അയാൾക്ക് കോവിഡ് ആയി എന്ന് വിചാരിക്കാം. അയാൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തുള്ളൊരു പേഷ്യൻറ്റിന് അയാൾക്ക് കോവിഡ് കിട്ടി. ആ കോവിഡ് കാരണമാണ് അയാൾക്ക് മരണം സംഭവിച്ചത്. പക്ഷേ ഇയാൾ ആക്സിഡൻ്റ് ഇൻഷുറൻസാണ് ക്ലെയിം ചെയ്തതെങ്കിൽ ഇവിടെ യഥാർത്ഥ കാരണം ആക്സിഡൻ്റ് അല്ല. നമുക്ക് വേണമെങ്കിൽ തർക്കിക്കുകയൊക്കെ ചെയ്യാം, ആക്സിഡൻറ്റ് കാരണമാണ് അയാൾ ഹോസ്പിറ്റലിൽ എത്തിയത്, അങ്ങനെയാണ് കോവിഡ് ഉണ്ടായതെന്നൊക്കെ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ മരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കോവിഡാണ്. അപ്പോൾ ഇവിടെ ആക്സിഡൻറ്റിനാണ് ഇൻഷുറൻസ് കിട്ടിയിരിക്കുന്നതെങ്കിൽ, ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇയാൾക്ക് ആ ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല. കാരണം ഇതിൻ്റെ ഈ ഒരു ഈ ഇൻഷുറൻസിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് കോവിഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോക്സിമേറ്റ് കോഴ്സ് അല്ലെങ്കിൽ കോസ പ്രോക്സിമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡയറക്റ്റ് കോഴ്സ് ഫോർ ദ ലോസ്. ഈ നഷ്ടം സംഭവിക്കാനുള്ള യഥാർത്ഥ ഡയറക്റ്റ് ആയിട്ടുള്ള കാരണം എന്താണ്, അതിന് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇയാൾക്ക് ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടുള്ളൂ. അതിന് പറയുന്ന പേരാണ് കോസ പ്രോക്സിമ അഥവാ പ്രോക്സിമേറ്റ് കോഴ്സ്. അടുത്ത പ്രിൻസിപ്പിളാണ് സബ്രോഗേഷൻ. സബ്രോഗേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്.
After settlement of the claim, the insurance stands in the place of insured. That is, the right of ownership of the subject matter is passed on the insurer after the claim is settled. അതായത് ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആളെന്ന് പറയുന്നത് ഇൻഷുററാണ്. അതായത് ഇൻഷുർഡിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഇപ്പോൾ ഒരാളൊരു വെഹിക്കിൾ തട്ടിന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ലോസ് സംഭവിച്ചു. ആ ലോസ് സംഭവിച്ചതിന് ശേഷം അത് മാക്സിമം ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വെഹിക്കിൾ ആരേറ്റെടുക്കും? ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറർ ഏറ്റെടുക്കും. എന്നിട്ട് ആ നഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വില ഇൻഷുറിന് കൊടുക്കും. അതായത് ഇപ്പോൾ പിന്നെ കാറ് ആക്സിഡൻ്റായി, ആ ആക്സിഡൻ്റായ കാറിൽ അത് ഇനി ആ കാർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അതിനെത്രയാണോ ആ കാറിന് നഷ്ടം സംഭവിച്ചത് ആ മുഴുവൻ പൈസയും ഈ ഇൻഷുറിന് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്തതിന് ശേഷം ആ കാറ് ആരെടുക്കും? ഇൻഷുറൻസ് കമ്പനി എടുക്കും. അല്ലാതെ ഈ കാറിൻ്റെ പൈസ കൊടുത്തു പിന്നെ കാറും എടുത്തോളാൻ പറഞ്ഞിട്ട് തിരിച്ച് നമുക്ക് തരില്ല. ആ വണ്ടി മുഴുവൻ ആരെടുക്കും? കമ്പനി എടുക്കും. അങ്ങനെ അത് വിറ്റിട്ടുള്ളൊരു ലാഭം ഉണ്ടാക്കാൻ ഇൻഷുറിനെ സമ്മതിക്കില്ല എന്നർത്ഥം. അപ്പോൾ ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുർഡിൽ നിന്ന് ആ പ്രോപ്പർട്ടി ആരെടുക്കും? ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറർ ഏറ്റെടുക്കും. അതിനെ പറയുന്ന പേരാണ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. അടുത്ത കോൺട്രിബ്യൂഷനാണ്. ദിസ് പ്രിൻസിപ്പിൾ അപ്ലൈസ് ടു ഓൾ ഡബിൾ ഇൻഷുറൻസ് കോൺട്രാക്ട്സ്. അതായത് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് ഒരേ സാധനം തന്നെ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ കമ്പനികളിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനികളിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. ഇപ്പോൾ ഇതിൽ സാധാരണ ജനറൽ ഇൻഷുറൻസിൻ്റെ, ലൈഫ് ഇൻഷുറൻസിലല്ല, ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിലാണ് ഇത് വരുന്നത്. ഒരേ പ്രൊഡക്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കാറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിലധികം കമ്പനികളിൽ ഇൻഷുർ ചെയ്യാം. പക്ഷേ അങ്ങനെ ഇൻഷുർ ചെയ്താലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും കൂടി നമുക്ക് നഷ്ടം നികത്തി തരില്ല. ഇവർ നമുക്ക് എത്രയാണോ നഷ്ടം സംഭവിച്ചത് അത് എല്ലാ കമ്പനികളും കൂടിയിട്ട് ആ നഷ്ടപ്പെട്ട എമൗണ്ട് മാത്രമേ തരുള്ളൂ. എല്ലാവരും വേറെ വേറെ എമൗണ്ട് നമുക്ക് തരില്ല. ടോട്ടൽ എമൗണ്ടിനെ ഈ കമ്പനികളെല്ലാം ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് തരിക. അപ്പോൾ നമുക്ക് എത്രയാണോ ആക്ച്വൽ നഷ്ടം സംഭവിച്ചത് ആ നഷ്ടം എമൗണ്ട് മാത്രമേ നമുക്ക് നികത്തി തരുള്ളൂ. അത് നികത്തി തരുന്നത് നമ്മൾ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ ആ കമ്പനികളെല്ലാം കൂടിയാണ്. അതിനെ പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. ദെൻ അടുത്ത് പറയുന്നത് മിറ്റിഗേഷനാണ്. This principle states that it is the duty of insured to take reasonable steps to minimize the loss or damage to insured property. He should not become careless when the mishap occurs by thinking that the subject matter is insured and the insurer will pay compensation. അതായത് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഇൻഷുർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും അയാൾ എടുക്കണം. എന്നിട്ടും നഷ്ടം സംഭവിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി ഇതിൻ്റെ ക്ലെയിം കൊടുക്കുള്ളൂ. അതല്ല നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്നുള്ള ധൈര്യത്തിൽ നമ്മൾ ഒരു മെഷേഴ്സ് എടുക്കാതെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാക്ടറിക്ക് തീ പിടിക്കുകയാണ്. ആ തീ പിടിക്കാൻ ഞാൻ എൻ്റെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇൻഷുർ എടുത്തിട്ടുണ്ട്, എനിക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് തീ കത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ അയാൾ മൈൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. കമ്പനി അന്വേഷിക്കും ഇയാൾ തീ കെടുത്താനുള്ള അല്ലെങ്കിൽ തീ പിടിക്കാതിരിക്കാനുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമ്പനി അന്വേഷിക്കും. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, അതൊരു ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കമ്പനി ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ തന്നെ പറയുന്ന പേരാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ നഷ്ടം കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും, ഈ റിസ്ക് കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും ഈ ഇൻഷുർഡ് എടുത്തിരിക്കണം, നിർബന്ധമായിട്ടും എടുത്തിരിക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾസാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ട് സർവീസുകളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബാങ്കിങ് സർവീസസ് അതുപോലെ തന്നെ ഇൻഷുറൻസ്. അടുത്തൊരു സർവീസ് സെക്ടറാണ് വെയർ ഹൗസിംഗ്. വെയർ ഹൗസിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ഗുഡ്സ് ആർ സ്റ്റോർഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്. അതായത് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരും എന്നുള്ള ഉദ്ദേശം, ഭാവിയിൽ ഡിമാൻഡ് കണക്കാക്കിക്കൊണ്ട് സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്? വെയർ ഹൗസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ പ്രൊഡക്റ്റ് കിട്ടണം. അപ്പോൾ വലിയ കമ്പനികളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കും. അതിൻ്റെ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലങ്ങളെയാണ് വെയർ ഹൗസുകൾ എന്ന് പറയാം. പലതരത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വെയർ ഹൗസസ് ഉണ്ട്. പ്രൈവറ്റ് വെയർ ഹൗസസ്, സ്വകാര്യ വെയർ ഹൗസുകൾ. അതായത് സ്വകാര്യ ഉടമസ്ഥയിലുള്ള പ്രൈവറ്റ് പാർട്ടീസ്, അവരുടെ സ്വന്തം കമ്പനികൾ, വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തുണ്ടായിരിക്കും? വെയർ ഹൗസ് ഉണ്ടായിരിക്കും. തങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനികൾ പ്രൈവറ്റ് വെയർ ഹൗസസ്, സ്വന്തമായിട്ട് വെയർ ഹൗസ് നടത്തുകയാണെങ്കിൽ നമ്മളതിനെ പ്രൈവറ്റ് വെയർ ഹൗസസ് എന്ന് പറയും. അത് അവരുടെ സാധനങ്ങൾ മാത്രം, ആ കമ്പനികളുടെ സാധനങ്ങൾ മാത്രമാണ് അതിൽ സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇതിനടുത്ത് പബ്ലിക് വെയർ ഹൗസസ്.
അതായത് സാധാരണ പൊതുജനങ്ങൾക്കും അതുപോലെ പബ്ലിക്കിനും അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് പാർട്ടീസിനൊക്കെ സ്വന്തമായിട്ട് വെയർ ഹൗസ് ഇല്ലാത്തവർക്കൊക്കെ അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ഫീസ് മേടിച്ചിട്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു സംവിധാനമാണ് പബ്ലിക് വെയർ ഹൗസസ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് എങ്ങനെ നടത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് പാർട്ടീസിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈസൻസ് നടക്കും, ഇത് നടത്താൻ വേണ്ടിയിട്ട് ലൈസൻസ് കൊടുക്കും. അവിടെ അതിന് എന്ത് ചെയ്യും, ആളുകൾക്ക് വേണ്ട ആളുകൾ, സൂക്ഷിക്കേണ്ട ആളുകൾ അവരുടെ വാടക കൊടുത്തിട്ട് ഒരു സ്പെഷ്യൽ ഫീസ് കൊടുത്തിട്ട് ഈ വെയർ ഹൗസസ് ഉപയോഗിക്കാൻ പറ്റും. അതിന് നമ്മൾ പബ്ലിക് വെയർ ഹൗസസ് എന്ന് പറയും. അടുത്ത ബോണ്ടഡ് വെയർ ഹൗസസ്, അതായത് നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് സാധനങ്ങൾ. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വിൽക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് തീരുന്നത് വരെ ഒരു സ്ഥലത്ത് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന വെയർ ഹൗസുകളെയാണ് എന്ത് പറയുന്നത്, ബോണ്ടഡ് വെയർ ഹൗസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കസ്റ്റംസ് ഡ്യൂട്ടി പലതവണയായിട്ട് അടച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെയായിട്ട് എന്ത് ചെയ്യാം, ഈ ഇറക്കുമതി ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അത്തരത്തിലുള്ള പറയുന്നതിനെയാണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ദെൻ ഗവൺമെൻറ് വെയർ ഹൗസസ്, ഗവൺമെൻറ് പൂർണ്ണമായ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്ന വെയർ ഹൗസുകളെയാണ് ഗവൺമെൻറ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, ഇവയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന വെയർ ഹൗസുകളെ നമ്മൾ ഗവൺമെൻറ് വെയർ ഹൗസുകൾ എന്ന് പറയും. അതിനടുത്ത് കോപ്പറേറ്റീവ് വെയർ ഹൗസുകളുണ്ട്, സഹകരണ സ്ഥാപനങ്ങൾ. അതായത് ഈ ഒരു സഹകരണ സ്ഥാപനങ്ങൾ എന്താ, കോപ്പറേറ്റീവ് സെക്ടർ എന്താ നമ്മൾ പറഞ്ഞു, അവരുടെ മെമ്പേഴ്സിന് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കാർഷിക സഹകരണ സംഘങ്ങളും അതുപോലെ തന്നെ ക്ഷീര സഹകരണ സംഘങ്ങൾ, അത്തരത്തിലുള്ള വിപണന സഹകരണ സംഘങ്ങൾ, അത്തരത്തിലുള്ള സംഘങ്ങൾ തുടങ്ങുന്ന വെയർ ഹൗസുകളെ പറയുന്ന പേരാണ് കോപ്പറേറ്റീവ് വെയർ ഹൗസുകൾ. അപ്പോൾ 5 തരത്തിലുള്ള വെയർ ഹൗസുകളാണുള്ളത്: പ്രൈവറ്റ് വെയർ ഹൗസസ്, പബ്ലിക് വെയർ ഹൗസസ്, ബോണ്ടഡ് വെയർ ഹൗസസ്, ഗവൺമെൻറ് കോപ്പറേറ്റീവ് വെയർ ഹൗസസ്. ഇത്രയും വെയർ ഹൗസുകളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 3 മേഖലകളാണ്, 3 സർവീസ് സെക്ടറുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ബാങ്കിങ്, ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ധനകാര്യ ഇടപാടുകൾ, ബിസിനസ് ആവശ്യമായിട്ടുള്ള ധനകാര്യ ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ്, അപ്പോൾ അവയിലുണ്ടാക്കാവുന്ന ഇൻഷുറൻസ് റിസ്ക് കുറയ്ക്കാൻ, റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സർവീസ് സെക്ടറാണ് ഇൻഷുറൻസ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഗുഡ്സ് പെട്ടെന്ന് അവൈലബിൾ ആക്കാൻ വേണ്ടി ആ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ പറയുന്നത് വെയർ ഹൗസസ് എന്ന് പറയുന്നുണ്ട്. ആ സംവിധാനത്തെയാണ് നമ്മൾ വെയർ ഹൗസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്തരം 3 സർവീസ് സെക്ടറുകളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്.